ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം ഈ രാത്രിയിൽ പിന്നെയും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ അതിരാവിലെ തിരുസന്നിധിയിൽ രാത്രി കൂട്ടായ്മയിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒന്നിച്ചു കൂടി വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ പകൽ കണ്ട എത്രയോ പ്രിയപ്പെട്ടവർ ഈ രാത്രിയുടെ യാമം കാണുവാൻ കഴിയാതെ, ഈ ആഴ്ചയുടെ പ്രാരംഭം കാണുവാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ആഴ്ചയുടെ പ്രാരംഭം മുതൽ ഈ സമയം വരെയും നമ്മോട് കൂടെയിരുന്നു. ഇന്ന് രാത്രിയിലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനും നന്ദി എന്നെ നിർത്തിയിരിക്കുന്ന സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ഈ കൂട്ടായ്മയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ഇത് ഒരു പ്രകടനത്തിന്റെ സമയമല്ല, ഇത് ഒരു പ്രത്യേക കൂട്ടത്തിന്റെ ഒരു പ്രഭാഷണമല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരോടായി പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ന്. നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന യേശു പോയതുപോലെ വീണ്ടും മടങ്ങി വരും. ആ പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി അക്കരമുയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്താടാ. നിങ്ങൾ ഭൂലോകത്തേക്കും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ളത് കർത്താവിന്റെ കൽപ്പന. ഇന്ന് രാത്രിയിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം ഈ സന്ദേശം പങ്കുവെക്കുവാൻ സർവകൃപാലുവായ ദൈവം നൽകിയ ഈ മഹൽ ഭാഗ്യത്തെ ഒരു പദവിയായി കണ്ടുകൊണ്ട് ഇന്ന് രാത്രിയിലും ഈ പാട്ടിന്റെ വരികൾ ശ്രമിച്ചുകൊണ്ട് ഇന്ന് രാത്രി പങ്കിടുവാൻ ദൈവം നൽകിയ സന്ദേശം പ്രാർത്ഥനയോടെ പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ഹൃദയത്തിന്റെ സമർപ്പണമാണ് കാമത്തെ ജയിക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ പാട്ടല്ല ഇത്. ദൈവസ്നേഹം ഹൃദയം നിറയ്ക്കുമ്പോൾ ബന്ധനങ്ങൾ തകരുന്നു. അനുഭവത്തിന്റെ പാട്ടാണ് ഇത്. കുറ്റബോധം സൃഷ്ടിക്കാനല്ല, വിടുതലിലേക്കും വിശുദ്ധിയിലേക്കും നിത്യജീവനിലേക്കും അത് വിളിക്കുന്ന നിലവിളിയാണ്. ഇത് പാട്ട് കേൾക്കുമ്പോൾ, ഇത് പാടുമ്പോൾ ശബ്ദമല്ല, ഹൃദയം തുറക്കൂ. കാരണം ദൈവത്തോടുള്ള സ്നേഹം കാമാന്തതയെ തകർക്കുന്ന ജേതാവാണ്. ആമേൻ. ഹല്ലേലൂയ. വിടുതലിലേക്കും വിശുദ്ധിയിലേക്കും നിത്യജീവനിലേക്കും വിളിക്കുന്ന നിലവിളിയാണ് ഈ പാട്ട്. ഇത് വെറും ഒരു ശബ്ദമല്ല, ഹൃദയം. നിൻ സ്നേഹം മതി കർത്താവേ, കണ്ണുകൾ വഴിതെറ്റിയപ്പോ ഹൃദയം ശൂന്യമായപ്പോൾ ലോകമോഹം വലിച്ചിഴച്ചപ്പോൾ നീ എന്നെ വിളിച്ചു സ്നേഹത്തോടെ. ഞാൻ തേടിയത് സുഖമല്ല, ഞാൻ തേടിയത് നീ തന്നെയാ. അറിയാതെ ഞാൻ വീണിടും
കർത്താവേ. കാമബന്ധനം തകർന്നിടാൻ നിൻ സ്നേഹം മതി യേശുവേ. എന്റെ ഹൃദയം ശുദ്ധമാക്കാൻ നിൻ സ്നേഹം മതി കർത്താവേ. ഇരുളിനെ ജയിക്കാൻ നിൻ സ്നേഹം മതി യേശുവേ. എന്നെ നിത്യ ജീവനിലേക്ക് നയിക്കാൻ രഹസ്യവേദനകളിൽ മിണ്ടാതിരുന്ന രാത്രികളിൽ എന്നെ കുറ്റപ്പെടുത്താതെ നീ ചേർത്തണച്ച കൃപയാ. ബന്ധനങ്ങൾ ഒടിയുന്നു, ശൃംഖലകൾ വീഴുന്നു, ദൈവസ്നേഹം നിറയുമ്പോ കാമത്തിന്റെ ശക്തി ചോരുന്നു. വിശുദ്ധിയിലേക്ക് ഞാൻ നടക്കും, നിത്യത്തിലേക്ക് ഞാൻ നോക്കും. എന്റെ യജമാനൻ യേശുവേ, നിനക്കായി ഞാൻ ജീവിക്കും. നിൻ സ്നേഹം മതി കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയും? നിൻ സ്നേഹം മാത്രം മതി എനിക്ക് കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ തലമുറകളെ പാപാകുലമായ ലോകത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം ഇടയായി. ഇരുന്നവനും ഇരിക്കുന്നവനും ആദിനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്ത വേഗത്തിൽ പങ്കിട്ട് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും തലമുറകളെ ഇരുളിൽ നിന്ന് പാപാകുലമാകുന്ന ലോകത്തിൽ നിന്ന് നേർവഴിയിലേക്ക് നയിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില ജീവിതങ്ങളുടെ മേൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ പരിവർത്തിപ്പാനിടയായിത്തീരും. ചില തലമുറകളെ ഇരുട്ടിനകത്ത് നിന്ന്, ആ പാപത്തിനകത്ത് നിന്ന് ആമേൻ നിത്യ ജീവനിലേക്ക് തിരിക്കുവാനിടയാകും. പ്രിയമുള്ളവരെ, ഇന്ന് പാപം നമ്മെ വീക്ഷിടപ്പെടുത്തി കീഴടക്കുന്നില്ല. അത് സ്വകാര്യമായിട്ട് വരുന്നു. ആമേൻ. പലരുടെയും ജീവിതത്തിൽ അത് സ്വകാര്യമായിട്ടാണ് വരുന്നത്. ഹല്ലേലൂയ. അതെ, സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വരുന്നു. ആമേൻ. ചിലർക്ക് അത് സൗകര്യമായിട്ട് വരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ, പാപം ആമേൻ ആരെയും ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്യുന്നില്ല, കടന്നു വരുന്നില്ല. ആമേൻ. അത് വളരെ ആമേൻ സൗകര്യമായി വരുന്നു. ആമേൻ. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വരുന്നു. സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി വരുന്നു. ആമേൻ. സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി പാപം എന്ത് ചെയ്യുക, കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഈ തലമുറയോട് ലോകം പറയുന്ന ഒരു കാര്യമുണ്ട്.
കാര്യമുണ്ട്. ആമേൻ. അതെ, ലോകം പറയുന്ന കാര്യം നിനക്ക് തോന്നുന്നതെല്ലാം ശരിയാണെന്ന്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് ചോദിക്കുന്നു, നിന്റെ ഹൃദയം ആരുടേതാണ്? ഹല്ലേലൂയ. കാമം ഒരു ശരീര ബലഹീനതയല്ല. ആമേൻ. അത് ദൈവ സ്നേഹമില്ലാത്ത ഹൃദയത്തിന്റെ നിലവിളിയാണ്. ആമേൻ. ഇന്ന് രാത്രി ദൈവം നമ്മോട് പറയുന്നത്, കാമത്തെ ജയിക്കാനല്ല, ആമേൻ, എന്നെ സ്നേഹിക്കുവാൻ തിരിഞ്ഞു വരൂ. കാരണം ദൈവത്തോടുള്ള സ്നേഹം കാമ അന്ധതയെ തകർക്കുന്ന ജേതാവാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ഈ വചന ശുശ്രൂഷ, ആമേൻ, ആരെയും കുറ്റപ്പെടുത്തുവാനല്ല, ആരെയും കുറ്റം വിധിക്കുവാനല്ല, പിന്നെയോ വിടുതലിലേക്കും വിശുദ്ധിയിലേക്കും നിത്യജീവനിലേക്കും നയിക്കുവാനാണ്. കാതുകൾ തുറക്കൂ, ഹൃദയം തുറക്കൂ. പരിശുദ്ധാത്മാവ് ഇപ്പോൾ അതെ സംസാരിക്കുവാൻ പോകുകയാണ്. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിക്കുവാനിടയാകും? ഹല്ലേലൂയ. കാമം ഇന്ന് തലമുറയെ ബന്ധനത്തിലാക്കുന്ന ആത്മീയ വൈറസാണ്. ആമേൻ. പക്ഷേ ദൈവവചനം പറയുന്നു, ദൈവത്തോടുള്ള സ്നേഹം അതിനേക്കാൾ ശക്തമാണ്. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: കാമത്തെ എതിർക്കാൻ മാത്രം ശ്രമിക്കരുത്, ദൈവത്തെ സ്നേഹിക്കുവാൻ പഠിക്കൂ. കാരണം ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നിടത്ത് കാമം നിലനിൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കുന്നത്. ആമേൻ. അതെ, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നിടത്ത് കാമം നിലനിൽക്കുകയില്ല. ഇന്ന് അനേകരെ തകർത്തുകൊണ്ടിരിക്കുന്നത്, അനേകരെ കുടുംബജീവിതത്തെ ആമേൻ തകർത്തുകൊണ്ടിരിക്കുന്ന ആമേൻ ഒരു വ്യാപാരമാണ്, അതെ പാപമാണ്, അതെ കാമം. ഹല്ലേലൂയ. കാമത്തിന്റെ ശക്തി മൂലം അനേക ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കൊടിയ പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയരുടെ ജീവിതത്തിൽ പോലും ഈ പാപത്തിന്റെ സ്വാധീനം കടന്നുകൂടി അനേകരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ ദൈവസഭയ്ക്ക് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആത്മാവിൽ പ്രേരിതനായി അതെ എഴുതിയത് ഇങ്ങനെയാണ്: ദുർനടപ്പ് വിട്ടോടുവീൻ. ദുർനടപ്പ് വിട്ടോടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും, മനുഷ്യർ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കാമവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞോടുവീൻ. ഒഴിഞ്ഞോടാൻ കഴിയുന്നത് ശക്തിയാലല്ല, സ്നേഹത്താലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാമം ശരീര പ്രശ്നമല്ല, അത് ആത്മീയ യുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കാമം അതെ ഒരു ശരീര ബലഹീനതയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ വചനം എന്താ നമ്മോട് പറയുന്നത്? ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ ആമേൻ ഇപ്രകാരം നാം വായിക്കുന്നു. ആമേൻ. ഓരോരുത്തരും തന്റെ സ്വന്തമായ ആഗ്രഹം കൊണ്ട് ആമേൻ അതെ വലിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചും, സ്വന്തം മോഹത്തെ ആകർഷിച്ചിട്ടും വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. ഹല്ലേലൂയ. അപ്പൊ കാമം എന്ന് പറയുന്നത് നിയന്ത്രണമില്ലാത്ത ആഗ്രഹം. ആമേൻ. അത് ആദ്യം ചിന്തയിലാണ് തുടങ്ങുന്നത്. ഹല്ലേലൂയ. പിന്നെ അത് ആമേൻ ഹൃദയത്തിൽ പിടിക്കുന്നു. ഹല്ലേലൂയ. അവസാനം ജീവിതത്തെ അത് അടിമയാക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അനേക കുടുംബങ്ങളെ ആ പാപം ആമേൻ ആ വ്യാപാരം ആമേൻ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ
പറയുമ്പോൾ അതാദ്യം ചിന്തയിൽ തുടങ്ങി, പിന്നെ ഹൃദയത്തിൽ കടന്ന് അവസാനം ജീവിതത്തെ അത് അടിമയാക്കി ആമേൻ നിത്യ നരകത്തിലേക്ക് അനേകരെ നയിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഇരുളിന്റെ ബന്ധനത്തിനകത്ത് നിന്ന്, ആ പാപത്തിന്റെ ചങ്ങലക്കകത്ത് നിന്ന് ആമേൻ അങ്ങനെ ആയിരിക്കുന്നവരെ അതേ പുറത്തെടുക്കുവാൻ അതേ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതേ ദൈവ സ്നേഹത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി അങ്ങനെ അടിമ മുഖത്തിൽ കഴിയുന്ന, ആ അടിമ ബന്ധനത്തിൽ കഴിയുന്ന അനേക യൗവനക്കാരുണ്ട്, അനേക ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുണ്ട്. ആമേൻ. അനേകര് അതേ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ സന്ദേശം പങ്കുവെക്കുവാൻ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഇടപെട്ടു. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എല്ലാറ്റിലും മേലെ നിന്റെ ഹൃദയം എന്ത് ചെയ്യുക? സൂക്ഷിച്ചുകൊള്ളുക. എന്തുകൊണ്ട് അങ്ങനെ പറയുവാൻ കാരണമായത് വായിച്ചേ. എല്ലാറ്റിലും മേലെ നിന്റെ ഹൃദയം സൂക്ഷിച്ചുകൊള്ളുക. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹൃദയം ശൂന്യമാകുമ്പോൾ കാമം കടന്നു വരും. ഹല്ലേലൂയ. ഹൃദയം ദൈവ സ്നേഹത്തിൽ നിറയുമ്പോൾ കാമം പുറത്താകും. ഹല്ലേലൂയ. ആമേൻ. ദൈവ സ്നേഹം കാമത്തെ തോൽപ്പിക്കുന്ന ശക്തിയാണ്. ഹല്ലേലൂയ. പ്രിയരെ, ദൈവം നമ്മോട് പറയുന്നത് കാമത്തെ കൊല്ലുമെന്നല്ല, എന്നെ സ്നേഹിക്കൂ എന്നാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന കാത്തുകൊള്ളും എന്നാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ലോക ആമേൻ മുഴുവനായി അനേകരെ വൈറസ് പോലെ ആമേൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാപത്തിനകത്ത് കുടുങ്ങി അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോ, അനേക യൗവനക്കാർ വീണുകൊണ്ടിരിക്കുമ്പോ, ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രിയരെ, ദൈവം നമ്മോട് പറയുന്നത് കാമത്തെ കൊല്ലൂ എന്നല്ല, എന്നെ സ്നേഹിക്കൂ എന്നാണ്. കാരണം എന്താ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ കാത്തുകൊള്ളു. വായിച്ചേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ കാത്തുകൊള്ളു. ആമേൻ. നിയമം കൊണ്ട് വിശുദ്ധി ഉണ്ടാകില്ല. ആമേൻ. ശിക്ഷ കൊണ്ട് മാറ്റം വരില്ല. പിന്നെ സ്നേഹം കൊണ്ടാണ് രൂപാന്തരം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ലോകത്തെയോ ലോകത്തിലെ വസ്തുതകളെയോ സ്നേഹിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ജഡത്തിന്റെ മോഹം കണ്ണുകളുടെ മോഹവും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. വായിച്ചേ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെയോ ലോകത്തിനുള്ളതിനെയോ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രണ്ട് സ്നേഹങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുകയില്ല. ഏതാ ഈ രണ്ട് സ്നേഹം? ഒന്ന് ലോക സ്നേഹം, രണ്ട് ദൈവ സ്നേഹം. എന്താ അങ്ങനെ പറയുവാൻ കാരണം? വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ ആമേൻ അതെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ചും മറ്റവനെ സ്നേഹിച്ചു, അല്ലായെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്നു മറ്റവനെ നിരസിക്കും. ഹല്ലേലൂയ.
നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് ആമേൻ സ്നേഹനിധിയായ കർത്താവ് തന്നെ അനുഗമിച്ചവരോട് പറയുകയാണ്. ആമേൻ, നീ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതത്രേ. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവത്തെ കൂടുതലായി നീ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ കൽപ്പനകൾ എന്ത് ചെയ്യും? അനുസരിക്കും. ഹല്ലേലൂയ. അപ്പോഴാണ് കാമത്തിന്റെ അധികാരം നഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതെ, യോസേഫ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ദൈവ മനുഷ്യനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. ആ യോസേഫ് കാമത്തെ ജയിച്ച സ്നേഹത്തിന്റെ സാക്ഷിയായിരുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിന്റെ 7 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാമത്തെ ജയിച്ച സ്നേഹത്തിന്റെ സാക്ഷ്യമായ യോസേഫിനെയാണ് വായിച്ചത്. യോസേഫ് കോമളനും മനോരൂപിയുമായിരുന്നു. ആയിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യ യോസേഫിന്മേൽ കണ്ണുപതിച്ചു. നോക്കിക്കേ, കോമളനായിരിക്കുന്ന ആമേൻ സ്വപ്നമുള്ള ദർശനമുള്ള ദൈവ വിളിയുള്ള യോസേഫിന്റെ മേൽ കണ്ണ് പതിച്ചിരുന്നു. ഒന്നുകൂടെ വായിച്ചേ. യോസേഫ് കോമളനും. യോസേഫിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അവൻ കോമളനായിരുന്നു എന്ന് വെച്ചാൽ അവൻ സുന്ദരനായിരുന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കൂ. ഹല്ലേലൂയ. അത്രയ്ക്ക് സുന്ദരനും കോമളനുമായിരുന്ന യോസേഫിന് ഹല്ലേലൂയ ഒരു സ്വപ്നം ദൈവം കൊടുത്തു, ഒരു ദർശനം കൊടുത്തു. ആമേൻ. ആ ദർശനമുള്ള ആമേൻ ആ കോമളനായിരിക്കുന്ന യോസേഫ് ആമേൻ ഈ അനുഭവത്തിലേക്ക് എത്തിച്ചതാരാ? പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. യോസേഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യ യോസേഫിന്റെ മേൽ കണ്ണുപതിച്ചു. എന്നോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു. നോക്കിക്കേ, എന്നോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൻ അതിന് സമ്മതിക്കാതെ അവൻ അതിന് വഴങ്ങാതെ അതിന് സമ്മതം മൂളാതെ യജമാനന്റെ ഭാര്യയോട് ഇതാ വീട്ടിൽ എന്റെ കൈവശമുള്ള എന്റെ കൈവശമുള്ള യാതൊന്നും എന്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യ ആകയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അവൾ ദിനം പ്രതി യോസേഫിനോട് പറഞ്ഞിട്ട് അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികിൽ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. ഒരു ദിവസം അവൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. വീട്ടിൽ ഉള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അവൾ തന്റെ വസ്ത്രം പിടിച്ച് എന്നോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടി. അവളുടെ കയ്യിൽ കൊടുത്തിട്ട് വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. നോക്കിക്കേ, ആമേൻ. യോസേഫ് യുവാവായിരുന്നു കേട്ടോ, യൗവനക്കാരനായിരുന്നു കേട്ടോ.
ആമേൻ അവസരമുണ്ടായിരുന്നെന്ന്. ഹല്ലേലൂയ. ആരും കാണുന്നില്ലായിരുന്നെന്ന്. ഹല്ലേലൂയ. അതെ, ശിക്ഷയില്ലെന്ന് തോന്നും, പക്ഷേ അവൻ പറഞ്ഞു, ആമേൻ, ഞാൻ ഈ വലിയ ദോഷം ചെയ്ത് ആമേൻ ദൈവത്തോട് പാപം ചെയ്യുമോ? ഹല്ലേലൂയ. അവസരമുണ്ടായിട്ട് ആരും കാണത്തില്ലാതിരുന്നിട്ട് ആമേൻ ഹല്ലേലൂയ ശിക്ഷയില്ല എന്ന് തോന്നും, പക്ഷേ ആമേൻ യോസേഫ് പറഞ്ഞു, ഞാൻ ഈ വലിയ ദോഷം ചെയ്ത ദൈവത്തോട് പാപം ചെയ്യുമോ? ശ്രദ്ധിക്കൂ, അവൻ പറഞ്ഞില്ല എന്റെ ഭാവി നശിക്കും, എന്റെ പ്രതിഷ്ഠ പോകും. ആമേൻ ഹല്ലേലൂയ. പിന്നെ എന്താ പറഞ്ഞത്? ദൈവത്തോട് പാപം ചെയ്യുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയ്ക്ക് അവസരങ്ങൾ അനവധി. ആമേൻ. അതെ, വീണ് കിട്ടുമ്പോൾ അതിൽ ആമേൻ പെട്ട് അതിൽ കുടുങ്ങി അനേകര് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ യൗവനക്കാരനായിരിക്കുന്ന കോമളനായിരിക്കുന്ന അതെ യോസേഫിന് അവസരം കിട്ടിയിട്ട് ആരും കാണുന്നില്ല എന്ന് ആമേൻ പറയുമ്പോഴും ആമേൻ എന്റെ ഭാവി നശിക്കും, എന്റെ പ്രതിഷ്ഠ പോകും എന്നൊന്നുമല്ല യോസേഫ് പറഞ്ഞത്. ഞാൻ ഈ വലിയ ദോഷം ചെയ്ത ദൈവത്തോട് പാപം ചെയ്യുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തോട് പാപം ചെയ്യുവോ? ഹല്ലേലൂയ. അപ്പോൾ ആമേൻ യോസേഫിനെ ആ പാപം ചെയ്യുവാൻ ഇടയാകാതെ കണ്ട് ആമേൻ രക്ഷിച്ചത് എന്താണെന്ന് അറിയാമോ? ദൈവത്തോടുള്ള സ്നേഹമാണ് യോസേഫിനെ രക്ഷിച്ചത്. ഇന്ന് രാത്രി ഈ പാപാകുലമാകുന്ന ലോകത്ത് ആത്മീയരെന്ന് പറയുന്നവർ പോലും ആമേൻ ദൈവസഭയ്ക്കകത്ത് പോലും ദൈവ മക്കളുടെ ഇടയിൽ പോലും ഈ അരാജകത്വം കൊടികൊത്തി വാഴുകൊണ്ടിരിക്കുമ്പോ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ അതെ ലേഖനം എഴുതി ദൈവസഭയ്ക്ക്. എന്താ എഴുതിയത്? ഹല്ലേലൂയ. ആമേൻ. നാം പ്രാരംഭത്തിൽ വായിച്ചു. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ ആമേൻ അതെ ലേഖനത്തിൽ ഹല്ലേലൂയ 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. ദുർനടപ്പ് വിട്ടോടുവീൻ. ദുർനടപ്പ് വിട്ടോടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഹല്ലേലൂയ. യോസേഫിന് അവസരം വീണ് കിട്ടിയപ്പോൾ ഹല്ലേലൂയ ഈ മഹാപാപം എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ അവൻ ഓടുവാൻ തക്കവണ്ണം ഇടയായി. അവനെ ഓടുവാൻ പ്രേരിപ്പിച്ചതെന്താ? അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചതെന്താ? അതെ, ദൈവത്തോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്ക് തലമുറയ്ക്ക് ദൈവത്തോടുള്ള ബന്ധമില്ലെങ്കിൽ, തലമുറയ്ക്ക് ദൈവത്തോടുള്ള സ്നേഹമില്ലെങ്കിൽ അവർ അതേ പാപത്തിൽ വീഴുവാൻ, പാപത്തിൽ കുടുങ്ങുവാൻ ഇടയാകും. ഇന്ന് രാത്രി ആ ദൈവ സ്നേഹത്തിന്റെ ആഴത്തെ തിരിച്ചറിയുന്ന തലമുറകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി തലമുറകൾ ഈ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ ജീവിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്ന മാതാക്കളെ, പിതാക്കളെ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിധിവരെ വാങ്ങിച്ചു കൊടുത്തു. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരവേൻ. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ ആമേൻ അനേകര് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി അത് ഇടപെടുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ സന്ദേശം പങ്കുവെക്കുവാൻ ഇടയാകുന്നത്. ദൈവത്തോടുള്ള സ്നേഹമാണ് യോസേഫിനെ രക്ഷിക്കുവാൻ ഇടയായത്. അവസരങ്ങൾ ഉണ്ടായിട്ട് ആമേൻ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ട് യൗവനക്കാരനും കോമളനും ആയിരുന്ന ആമേൻ യോസേഫ് ആമേൻ വീണു പോകാതിരുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ തലമുറ ദൈവിക വെളിപ്പാടിലേക്ക്, ദൈവിക വിശുദ്ധിയിലേക്ക് അതേ മൂവ് ചെയ്യപ്പെടുവാൻ ഇടയാകണമെങ്കിൽ ഹന്നയെ പോലെ
പ്രാർത്ഥിക്കുന്ന മാതാക്കൾ ഉണ്ടാകണം. വചനം ദുർബലമായിരിക്കുന്ന കാലയളവിൽ ആലയത്തിലെ പുരോഹിതന്റെ കണ്ണ് മങ്ങിയിരിക്കുമ്പോ എന്റെ ഉദരത്തിൽ ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരുന്നുവെങ്കിൽ ഞാൻ അവനെ നിനക്കായി സമർപ്പിക്കാം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന മാതാവേ, കരയുന്ന മാതാവേ, വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് ദുഷ്ടന്റെ കയ്യിൽ അമർന്ന് നിത്യനാശത്തിലേക്ക് നിന്റെ തലമുറ പോകാതിരിക്കണമെങ്കിൽ അതൈവ സ്നേഹമെന്തെന്ന് തലമുറ അറിയുവാനിടയാകണം. ഹല്ലേലൂയ. ഇന്ന് അതേ മൊബൈൽ സ്ക്രീനുകൾ, ഹല്ലേലൂയ, ലാപ്ടോപ്പ് ഉണ്ട്, അല്ലെ, ടാബ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, സാംസങ് ഉണ്ട്, അല്ലെ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് സ്ക്രീനുകൾ കാമത്തിന്റെ വാതിലുകളായി, അല്ലെ, സ്തോത്രം. സോഷ്യൽ മീഡിയ ആത്മീയ വിഷം, ഹല്ലേലൂയ. ഇത് നോർമലാണ്. ഏറ്റവും വലിയ വഞ്ചന. പ്രിയമുള്ളവരെ, ലോകം അതിവേഗം നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടത്തിൽ അനേകർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അനേകം കുടുംബങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ പാപത്തിൽ നിന്ന് തലമുറയെ രക്ഷിക്കുവാൻ ദൈവ സ്നേഹം, അതിന്റെ ആഴം, അതിന്റെ നീളം, അതിന്റെ വീതി, ആമേൻ, എന്തെന്ന് അറിയുവാനിടയാകട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഈ ദൈവ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു പ്രതികൂലത്തിനും കഴിയത്തില്ല. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യം, ആമേൻ, ഈ ലോക രീതിക്കനുസരിച്ച് ഹല്ലേലൂയ ജീവിക്കുവാൻ എന്ത് ചെയ്യരുത്? ഇടയാകരുത്. ഈ ലോകത്തിന്റെ ആമേൻ സിസ്റ്റങ്ങൾക്കനുസരിച്ച് ജീവിതം പാഴാക്കരുത്. വൈറസ് പോലെ ജീവിതങ്ങളെ കാർന്ന് ആമേൻ ക്യാൻസർ പോലെ തകർത്തുകൊണ്ടിരിക്കുന്ന കൊടും വിഷമാണ് കാമം. ആമേൻ. വായിച്ചാട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനയായി, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. ഈ ലോക രീതിക്ക് അനുസരിച്ച് ജീവിക്കുവാൻ ആമേൻ ഇടയാകാതെ മനസ്സ് ഒന്ന് പുതുക്കൽ, ഹല്ലേലൂയ, ഒരു അപ്ഡേഷൻ, ഹല്ലേലൂയ, ആവശ്യമാണ്. ഹല്ലേലൂയ. ഒന്ന് രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം, ആമേൻ, കഴിഞ്ഞ പകലിലും നാം വായിച്ചു, വിശുദ്ധിയില്ലാതെ ആരും കർത്താവിനെ കാണുകയില്ല. ലോകം അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാ, അശുദ്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാ, തലമുറകൾ അശുദ്ധിയിൽ വീണുകൊണ്ടിരിക്കുകയാ, പാപത്തിൽ വീണുകൊണ്ടിരിക്കുകയാ. വിശുദ്ധ വചനം പറയുന്നു, വിശുദ്ധിയില്ലാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആമേൻ. വിശുദ്ധി ദൈവത്തെ കാണുന്ന ജീവിതമാണ്. ഹല്ലേലൂയ. കാമം ദൈവത്തെ മറയ്ക്കുന്ന മറയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രത്യാശയും നിത്യജീവനും, ഹല്ലേലൂയ, അതേ വീഴ്ചയിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുന്നതാണ്. ഇന്ന് രാത്രി ആമേൻ, പ്രത്യാശകരമായ ഒരു ജീവിതം, നാളെയെ കുറിച്ച് നല്ല ഒരു പ്രത്യാശ നമുക്ക് നൽകുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആമേൻ. പ്രത്യാശയുള്ളവർക്ക് മാത്രമേ നിത്യജീവന് അവകാശമാകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് യോസേഫിനെ, ഹല്ലേലൂയ, നല്ല പ്രത്യാശ കൊടുത്ത് നല്ല ഒരു ജീവിതത്തിനുടമയാക്കി നയിക്കുന്ന ആ ദൈവത്തിൽ നിന്ന് അവനെ അകറ്റുന്ന അശുദ്ധിയിലേക്ക് വലിച്ച് വീഴ്ത്തുവാൻ ശ്രമിച്ച ആ വ്യാപാര ശക്തിക്കകത്ത് നിന്ന് യോസേഫിനെ അതേ
വിടുവിച്ചത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. പിന്തിരിപ്പിച്ചത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പ്രിയരെ, വീണവർക്ക് ഈ സന്ദേശം ശിക്ഷയല്ല. ഹല്ലേലൂയ. ഇന്നലകളിൽ ആരോ മലവിരിച്ചു, ആരോ ചതിച്ചു, ആരോ ആമേൻ അതെ നിർബന്ധിച്ചു. അങ്ങനെ വീണു പോയ ആരെങ്കിലും, അങ്ങനെ വീണ് കിടക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം ശ്രവിക്കുന്നുണ്ടെങ്കിൽ പ്രിയരെ, നിത്യജീവനും പ്രത്യാശയും നൽകുന്ന, ആ വീഴ്ചയിൽ നിന്ന് വിടുതൽ നൽകുന്ന, പരിപാവന സ്നേഹം വെളിപ്പെടുത്തിയ യേശുവിലേക്ക് കടന്നു വരൂ. പാവനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ആമേൻ അവളുമായി സഹകരിച്ചവർ ആമേൻ അവളെ ഓടിക്കുമ്പോ ആമേൻ ആ ഓട്ടത്തിൽ അവൾ എത്തപ്പെട്ടത് യേശുവിന്റെ മുമ്പിലാണ്. ഇന്ന് രാത്രി ഏതെങ്കിലും മേഖലയിൽ എവിടെയെങ്കിലും ആമേൻ അതെ ഇരുളിന്റെ വ്യാപാരം നിന്നെ സ്വാധീനിച്ച് നിന്നെ വീഴ്ത്തിയെങ്കിൽ ഇന്ന് രാത്രി ആ വീണെടുത്ത് നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് പ്രത്യാശ നൽകുന്ന, നിത്യജീവനെ നിന്നെ അവകാശിയാക്കുന്ന യേശു നിന്നെ വിളിക്കുകയാണ്. ആമേൻ. ഇനി മേലാൽ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാകയാ. ഇന്ന് രാത്രി ആ രക്തം നിനക്ക് വേണ്ടി കാൽവറിയിൽ ഒഴുക്കി സ്നേഹത്തെ വെളിപ്പെടുത്തിയ സ്നേഹനിധിയായ ദൈവം ഇന്ന് രാത്രി നിന്നെ വിളിക്കുന്നു. നിന്റെ തലമുറയെ വിളിക്കുന്നു. ആ തലമുറയെ ദൈവ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ആമേൻ തിരിക്കുക. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് പറഞ്ഞ എത്ര പേർ ആമേൻ പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം, ഇന്ന് രാത്രി കരയുന്ന മാതാവേ, ഹന്നയുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം, നിന്റെ കണ്ണുനീരിനെ മറികടക്കാതെ നിന്റെ തലമുറയെ ആ നേരായ പാതയിലേക്ക് തിരിക്കുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ചില വിടുതലുകൾ ഹല്ലേലൂയ പ്രത്യാശയുള്ള നിത്യജീവൻ അവകാശിയായി നിന്റെ തലമുറയെ ഹല്ലേലൂയ വിടുവിക്കുന്ന വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനം 1 അധ്യായം അതിന്റെ 7 വാക്യം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വായിച്ചാട്ടെ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ, നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. നിന്റെ പുത്രനായ യേശുവിന്റെ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി, രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപത്തിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം അതിന്റെ 1 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇനി ശിക്ഷ ഇല്ല. വായിച്ചാട്ട വേഗത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരു ശിക്ഷാവിധിയും ഇല്ലേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് എനിക്ക് ഇനി ശിക്ഷയില്ല, അതുകൊണ്ട് എനിക്ക് ലൈസൻസ് കിട്ടി അല്ല. ഹല്ലേലൂയ. സ്വപ്നമുള്ള, ദർശനമുള്ള, വാഗ്ദത്തമുള്ള യോസേഫ് ആമേൻ സഹോദരങ്ങളാൽ ചതിക്കപ്പെട്ട് ആമേൻ പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ ആമേൻ സ്നേഹം ആമേൻ നടിച്ച് കയറ്റിയെങ്കിലും കിട്ടിയ കാശിന് വിറ്റ് കളഞ്ഞ് ആമേൻ എത്തിയെടുത്ത് വിടാതെ കണ്ട് പാപം അവനെ പിന്തുടരുകയാണ്. ഇന്ന് രാത്രി പല മേഖലയ്ക്കകത്ത് നിന്നും നോ പറഞ്ഞു പോയിട്ടോ നിന്നെ വിടാതെ കണ്ട് ചില പാപ സ്വഭാവങ്ങൾ നിന്നെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ ആമേൻ ഇല്ലാതാക്കുന്ന ദൈവ സ്നേഹത്തിന്റെ ആഴത്തെ
രുചിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവ സ്നേഹം നിന്നെ വെറുക്കുന്നില്ല, ദൈവ സ്നേഹം നിന്നെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. പലരും നിന്നെ പഴിച്ച്, പലരും നിന്നെ ദുഷിച്ച്, പലരും നിന്റെ നാശം കാണുവാൻ, നിന്റെ തലമുറയുടെ നാശം കാണാൻ വിധിച്ച് ആമേൻ മാറ്റി നിർത്തുമ്പോൾ ഇന്ന് രാത്രി ആമേൻ ആ ക്രൂശിലേക്ക് നോക്ക്. നീ ചെയ്ത പാപത്തിന് പരിഹാരം, ആമേൻ നീ ഏൽക്കേണ്ട ശിക്ഷ ശിരസ അതേ വഹിച്ചുകൊണ്ട് ആ ക്രൂശിൽ അതേ സ്നേഹത്തെ വെളിപ്പെടുത്തിയ ആ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാകയാൽ ഇന്ന് രാത്രി ആ ക്രൂശിൽ ഒഴുക്കിയ രക്തം ആമേൻ അതേ നിന്റെ പാപത്തെ എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ ശക്തിയുള്ളതാകയാൽ ആ ക്രൂശിൽ വെളിപ്പെടുത്തിയ ആ സ്നേഹത്തിലേക്ക് യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ദൈവ സ്നേഹം നിന്നെ വെറുക്കുന്നില്ല, ദൈവ സ്നേഹം നിന്നെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. യൂദയുടെ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. ഹല്ലേലൂയ. ശരകബബ ശംഭരേ ഓരികബ ശംഭരേ. ഹല്ലേലൂയ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു, തന്റെ സന്നിധിയിൽ, തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം രക്ഷിതാവായ ഏക ദൈവത്തിന്, നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ വീഴ്ചയില്ലാതെ കാത്തുകൊള്ളുന്നവനും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, മകനേ മകളെ, കാമം നിന്നെ പിടിച്ചിട്ടില്ല. ആമേൻ. നീ സ്നേഹത്തിനായി വിശന്നതാണ്. ഇന്ന് രാത്രി ബന്ധനം ഒടിയും, രഹസ്യ പാപങ്ങൾ വെളിച്ചത്തിലാകും. ദൈവ സ്നേഹം നിന്റെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയാകും. സങ്കീർത്തനം 73:26 ഇങ്ങനെ വായിക്കുന്നു, എന്റെ ഹൃദയവും ആമേൻ മാംസവും ക്ഷയിച്ചാലും ദൈവം എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ നിത്യ ഭാഗവുമാകുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ. എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിന്നെ പാപം ചെയ്യിച്ച് നിത്യനാശത്തിലേക്ക് തള്ളിയിടുവാൻ ദുഷ്ടനായവൻ പ്രലോഭനവുമായി നിന്നെ പിന്തുടരുമ്പോൾ ആമേൻ ആ പാപത്തിനകത്ത് നിന്ന് നിന്നെ വിടുവിച്ച് പാപത്തെ വെറുത്ത് പാപിയെ ആമേൻ സ്നേഹിക്കുന്ന ആ സ്നേഹവാനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ആമേൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തലമുറകളെ ആമേൻ ആ പാപ സ്വഭാവത്തിൽ നിന്ന്, ആമേൻ ആ ബന്ധനത്തിനകത്ത് നിന്ന് ആമേൻ രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് തലമുറയ്ക്കില്ല എങ്കിൽ അവർ പോകുന്ന ഇടങ്ങളിൽ ആമേൻ പാപം ഇതാ വാതിക്കൽ നിൽക്കുകയാണ്. അവരെ വലവീശി പിടിക്കുവാൻ യൗവനക്കാരനായ കോമളനായ ആ യോസേഫിനെ വീഴ്ത്തിക്കളയുവാൻ അതേ പ്രലോഭനവുമായി ആമേൻ വന്ന ആമേൻ ഹല്ലേലൂയ ആ ദുഷ്പ്രവൃത്തിക്ക് വഴങ്ങുവാൻ ഇടയാകാതെ ഓടുവാൻ അവനെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റിയത് ദൈവമാണ്. ആ ദൈവത്തോടുള്ള സ്നേഹമാണ് അവനെ പിന്തിരിപ്പിക്കുവാൻ ഇടയായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ
യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടിയത് കാമമല്ല, നിന്റെ സ്നേഹമാണ്. ആമേൻ. അഗാപേ, അഗാപേ ദൈവ സ്നേഹമാണ്. ഈ ലോക സ്നേഹം കാമമാണ്. ഈ ലോക സ്നേഹം തകർക്കുന്നതാണ്. ഈ ലോക സ്നേഹം നശിപ്പിക്കുന്നതാണ്. ഈ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് ഇന്ന് രാത്രി തലമുറകളെ കർത്താവേ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ് ആത്മപകർച്ച ഞങ്ങളുടെ തലമുറകളിൽ ഉണ്ടാകട്ടെ, ഞങ്ങളുടെ യൗവനക്കാരിൽ ഉണ്ടാകട്ടെ, ഞങ്ങളുടെ മാതാക്കളിൽ ഉണ്ടാകട്ടെ, ഞങ്ങളുടെ പിതാക്കളിൽ ഉണ്ടാകട്ടെ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന എല്ലാവരുടെ മേലും ആമേൻ ആത്മപകർച്ചയുണ്ടാകട്ടെ, കൃപയിൽ ശക്തിപ്പെടട്ടെ. കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ കടന്നു വരുമ്പോ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ആമേൻ എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ ഇന്ന് രാത്രി എല്ലാവരെയും അവിടുന്ന് ഉണർത്തണമേ. ആ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ഓ മരിച്ചവരെ അക്ഷരായി ഉയർത്തും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ആ നല്ല സുദിനത്തിനു വേണ്ടി പ്രത്യാശയോടെ ജീവിപ്പാൻ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ, യൗവനക്കാർ വിടുവിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഈ ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ ആ ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരും നിറയട്ടെ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരും നിറയുവാനിടയാകട്ടെ. സകല മഹത്വവും മാനവും പുകഴ്ചയും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ്, നിങ്ങൾ ലോകത്തൊക്കെ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് ഉള്ളത്. ആ പ്രേക്ഷിത പ്രവർത്തനത്തെ ശിരസ വഹിച്ചുകൊണ്ട് നമുക്കും ആമേൻ മുന്നോട്ട് ഒരുമിച്ച് ആമേൻ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കാം. ഗോഡ് ബ്ലെസ് യു. സുഖകരമായ നിദ്ര എല്ലാവർക്കും ദൈവം ദാനമായി നൽകട്ടെ. ആമേൻ. നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് നൽകുന്നുവെങ്കിൽ ആമേൻ ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ വീണ്ടും കൂട്ടായ്മയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ദൈവം എല്ലാവരെയും അവിടെവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ആമേൻ അതേ റോസി ജോണി ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലീന മേരി ജോർജിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ലീലമ്മ ജോസിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സാം മാത്യുവിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജോസിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.
ആമേൻ. തോമസ് അബ്രഹാം അണലിപ്പറമ്പിൽ അങ്കിളിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വ്യക്തമാകുന്നില്ല. ആമേൻ. മറ്റ് എബി ചോണിനായി പ്രാർത്ഥിക്കുന്നു. ഷിജിമോൾ ബെന്നിക്കായി പ്രാർത്ഥിക്കുന്നു. മറ്റ് ഇതര ലിങ്കുകളിലൂടെ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്, അതുപോലെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആമേൻ. ഫേസ്ബുക്കിന്റെ ഇതര പേജുകളിൽ അവൈലബിൾ ആണ്. ആമേൻ. നമ്മുടെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ അക്കൗണ്ടില്, പേജില്, ഗ്രൂപ്പില് ഒക്കെ എന്റെ വ്യക്തിപരമാകുന്ന പേരിൽ ഉള്ള അക്കൗണ്ടില് ഒക്കെ അവൈലബിൾ ആണ്. ഗൂഗിൾ സെർച്ച് ചെയ്താലും ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മധുരീണത്തിൽ ഈ പാട്ട് ശ്രവിക്കുക. നിൻ സ്നേഹം മതി കർത്താവേ, കണ്ണുകൾ വഴിതെറ്റിയപ്പോ ഹൃദയം ശൂന്യമായപ്പോ ലോകമോഹം വലിച്ചിഴച്ചപ്പോ നീ എന്നെ വിളിച്ചു സ്നേഹത്തോടെ. ഞാൻ തേടിയത് സുഖമല്ല, ഞാൻ തേടിയത് നീ തന്നെയാ. അറിയാതെ ഞാൻ വീണിടങ്ങൾ നിൻ സ്നേഹം കഴുകി മാറ്റി. കാമബന്ധനം തകർന്നിടാ നിൻ സ്നേഹം മതിലേശുവേ, എന്റെ ഹൃദയം ശുദ്ധമാക്കാൻ നിൻ സ്നേഹം മതി കർത്താവേ, ഇരുളിനെ ജയിക്കാൻ നിൻ സ്നേഹം മതിയേശുവേ, എന്നെ നിത്യ ജീവനിലേക്ക് നയിക്കാൻ. രഹസ്യവേദനയിൽ മിണ്ടാതിരുന്ന രാത്രികളിൽ എന്നെ കുറ്റപ്പെടുത്താതെ നീ ചേർത്തണച്ചു കൃപയാൽ. ബന്ധനങ്ങൾ ഒടിയുന്നു, ശൃംഖലകൾ വീഴുന്നു, ദൈവസ്നേഹം നിറയുമ്പോൾ കാമത്തിന്റെ ശക്തി ചോരുന്നു. വിശുദ്ധിയിലേക്ക് ഞാൻ നടക്കും, നിത്യത്തിലേക്ക് ഞാൻ നോക്കും. എന്റെ യജമാനൻ യേശുവേ, നിനക്കായി ഞാൻ ജീവിക്കും.